ഹലോ, ഇന്നൊരു ചപ്പാത്തിയും പൊട്ടാറ്റോ മസാലക്കറി ആയാലോ. അപ്പോൾ അതിനുവേണ്ടി സവാള, തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പച്ചമുളകും കിഴങ്ങും എടുത്ത് വെച്ചേ. അപ്പോഴത്തേക്കിന് കുക്കർ എടുത്തു. അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ വഴറ്റി, അത് കഴിഞ്ഞ് സവാളയും പച്ചമുളകും ഇട്ട് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കിന് നമ്മുടെ തക്കാളിയും കിഴങ്ങും കൂടി ഇട്ട് വഴറ്റിയെടുക്കണേ. വഴറ്റിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി മുളക് പൊടി ഞാൻ 3 ടേബിൾ സ്പൂൺ ഇട്ടായിരുന്നേ. എരിവും കളറും കിട്ടാൻ വേണ്ടി. അതിൻ്റെ പകുതി തന്നെ മല്ലിപ്പൊടിയും മസാലപ്പൊടിയും പെരുംജീരകപ്പൊടിയും, വലിയ ജീരകത്തിൻ്റെ പൊടിയില്ല, അതോടെ ഇട്ട് നല്ല കണക്ക് മൂപ്പിച്ച് അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്കിന് വെള്ളം ഒഴിച്ച്, ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചോളാം, എനിക്ക് കുറച്ച് കുഴഞ്ഞ പരുവത്തിന് കിട്ടാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞ് അത് 2 വിസിലടിക്കാൻ വേണ്ടി എടുത്തു വെച്ചു. അടുത്ത് പിന്നെ ചപ്പാത്തിയിലേക്ക് പോയി. അപ്പം ഞാൻ ചപ്പാത്തിക്ക് 1 മണിക്കൂർ മുമ്പേ കുഴച്ച് വെച്ചായിരുന്നു. അപ്പം നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടും കേട്ടോ, മാവും നല്ല സോഫ്റ്റാവും. അത് കഴിഞ്ഞ് ചപ്പാത്തി ചുട്ടെടുത്ത് ഇതിപ്പോൾ ഇങ്ങനെ ചുട്ടിഞ്ഞ് ഇങ്ങനെ പൊള്ളിച്ചെടുക്കുവേ, നല്ല രസമാണ്. ഇങ്ങനെ പൊള്ളി നല്ല സോഫ്റ്റ് ആയിട്ടോ ചപ്പാത്തി. അങ്ങനെ എൻ്റെ ചപ്പാത്തിയും റെഡി, കിഴങ്ങ് ഇതും റെഡി. മല്ലിയില ഇല്ലായിരുന്നു കേട്ടോ, ഒരു കുഴപ്പമുണ്ടായിരുന്നു.